നാശമകറ്റുവാൻ മാനുജരൂപിയായി, നാശമകറ്റുവാൻ മാനുജരൂപിയായി ഭൂമിയിൽ വന്നവനെ സദാ തവ, ഭൂമിയിൽ വന്നവനെ സദാ തവ ദേവസുതാവന്ദനം സദാ തവ യേശുപരാവന്ദനം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുന്നു. അവരുടെ പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അവരെ വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യരുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. മനുഷ്യൻ തന്റെ പാപനിമിത്തം ദൈവ ക്രോധത്തിന് പാത്രമായി തീർന്നു. പാപത്തിന്റെ ഭയാനകമായ ശിക്ഷയായ നരകാഗ്നിക്ക് ഇരയായി തീർന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ ഭൂജാതനായി. നിരപരാധിയും കളങ്കരഹിതനുമായിരുന്നിട്ടും മനുഷ്യരുടെ സ്ഥാനത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപമോചനം പ്രാപിക്കുകയും ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ദൈവസ്നേഹത്തിന് യോഗ്യരാകുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളും ദൈവസ്നേഹത്തിന് യോഗ്യരായി തീരുവാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.